நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിൻവലിക്കുന്നത് നമ്മുടെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി ജ്യോത്സ്യം കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് താലിയിട്ട് നടത്താം. ഞാനിപ്പോ തന്നെ പൂജാരിയെ വിളിച്ച് വിവരം പറയട്ടെ. ഞാനും എന്റെ അമ്മയും തരം താഴുന്നവരാണെന്ന് ആന്റിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. പറഞ്ഞത് പിൻവലിച്ചേക്ക് മേഡം. ഇവര് രണ്ടുപേരും മഹതികളാണ് നിങ്ങൾ പറഞ്ഞേക്ക്. ഞാനാണ് തറ കൂതറ. ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വാക്കും നാക്കും മാറ്റുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. പക്ഷേ നിധി അങ്ങനെയല്ല. ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്റെ വാക്ക് ഞാൻ പാലിക്കും. ശിവാനിയുടെ വിവാഹം നടത്തി ഞാനും എന്റെ ഭർത്താവും ഒരുമിച്ച് ജീവിക്കും. ഇതെന്റെ അടുത്ത പ്രതിജ്ഞയായി തന്നെ കൂട്ടിക്കോ. അമ്മ വരൂ, ഞാൻ യാത്രയാക്കാം. അതെ, ഇനി എന്ത് കാണാൻ നിൽക്കുക? നീയും കൂടെ ചെല്ല്. അല്ല മേഡം, ശിവാനിക്കൊരു സഹായത്തിന് ഞാനിവിടെ നിന്നാലോ? വേണ്ട, പോയേക്കാം. ഇപ്പൊ പോയാ ചന്ദ്രികയുടെ കൂടെ പോവാലോ. പോവാ. ടാറ്റാ. നീ വീണ്ടും എന്നെ തോൽപ്പിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ല നിധി. ഒരാവേശത്തിന് കയ്യിലെ മുറിവ് കുത്തിക്കേറി. എന്തൊരു വേദന. ഈ ത്യാഗത്തിനൊക്കെയുള്ള പ്രതിഫലം എനിക്ക് കിട്ടണേ എന്റെ ദൈവമേ. ശിവാനി, എഴുന്നേക്കണോ? ഇരുന്നോളൂ. സാരില്ല, ഞാൻ എന്റെ കൃതജ്ഞത കൊണ്ട് എഴുന്നേറ്റതാ പ്രണവ്. ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി 4 കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്തത് പ്രണവാണെന്ന് ഞാൻ അറിഞ്ഞു. നന്ദിയുണ്ട് പ്രണവ്, ഒരുപാട് നന്ദി. എന്റെ ഒരു കൈ വയ്യാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ പ്രണവിന്റെ കൈ കൂപ്പി തൊഴുവായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ അത്ര വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരുടെ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു, അത്രേ ഉള്ളൂ. വെറുക്കപ്പെട്ടവളായി എനിക്ക് വേണ്ടി പ്രണവിന് അത്രയെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ. എനിക്ക് സന്തോഷമായി പ്രണവ്. താൻ വെറുക്കപ്പെട്ടവളായിട്ടാണോ നിധി ചേച്ചി സ്വന്തം ജീവിതം തനിക്ക് വേണ്ടി മാറ്റിവെച്ചത്? ഞാൻ ബോധം കെട്ട് കിടന്ന സമയത്താ നിധി അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തത്. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ നിധിയെ ഞാൻ അനുവദിക്കില്ലായിരുന്നു. ശപിക്കപ്പെട്ട എനിക്ക് വേണ്ടി ശപഥം ചെയ്തു എന്നറിഞ്ഞപ്പോ ആ വാക്ക് പിൻവലിക്കാൻ ഞാൻ നിധിയുടെ കാല് പിടിച്ച് കെഞ്ചി പ്രണവ്. പക്ഷെ നിധി അനുസരിച്ചില്ല. ശിവാനിയുടെ അമ്മയാണ് ചേച്ചിയെ പ്രകോപിപ്പിച്ച് അങ്ങനൊരു പ്രതിജ്ഞ എടുപ്പിച്ചത്. എന്ത് ചെയ്യാൻ പ്രണവ്, അമ്മ അങ്ങനെ ആയിപ്പോയി. അമ്മ കാരണം ഞാൻ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിച്ചത്. പാവം നിധി അമ്മ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അമ്മ ചെയ്ത പാപങ്ങളുടെ ഫലമാ ഞാനിപ്പോ അനുഭവിക്കുന്നത് പോലും. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ വിവാഹ കാര്യത്തിലെ ഏട്ടനും ചേച്ചിയും നല്ല തീരുമാനം എടുക്കൂ. ഏറ്റവും നല്ലൊരു പയ്യനെ അവര് തനിക്ക് വേണ്ടി കണ്ടുപിടിക്കൂ. ജീവിതത്തിൽ ഒരു തിരിച്ചടി കിട്ടിയവളാ ഞാൻ. അപരിചിതനായ ഒരു പുരുഷന്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നിധിയും ഗൗതമും എനിക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നത് ഒരു വൃദ്ധനാണെങ്കിൽ പോലും ഞാൻ ആ വിവാഹത്തിന് സമ്മതിക്കും. കാരണം എനിക്ക് നിധി അത്രയ്ക്ക് ഇഷ്ടം. അവളുടെ ഗൗതമിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്റെ യൗവനം പരിഗണിക്കാൻ പോലും ഞാൻ തയ്യാറാ.
ശിവാനി, എടോ, താൻ വിഷമിക്കരുത്. തനിക്ക് യോജിക്കാത്തൊരു ബന്ധത്തിലേക്ക് ഏട്ടനും ചേച്ചിയും ശിവാനിയെ തള്ളിവിടില്ല. പ്രണവ്, എന്നെ തള്ളിക്കളയില്ലെന്ന് പ്രണവ് ഉറപ്പ് തരുമോ? ആ വാക്കിൽ എനിക്ക് കൂടുതൽ വിശ്വാസം. ആരും ശിവാനിയെ തള്ളിക്കളയില്ല. ശിവാനി, അത്യാവശ്യമായിട്ട് 1-2 ഫോൺ ചെയ്യാനുണ്ട്. പോട്ടെ. ബില്യണേറെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ മില്യണേറെ കൊണ്ട് തൃപ്തിപ്പെടാം. അല്ലെങ്കിൽ അവസാനം കിട്ടുന്നത് നല്ല പിച്ചക്കാരനെ ആവും. ഇവനെങ്കിൽ ഇവൻ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. പുറത്ത് ചന്ദ്രികാചർച്ചിതമായ നീലരാത്രിയിൽ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്നു. അകത്ത് പ്രണയ സുരഭില മനസ്സുകളുമായി യുവമിഥുനങ്ങൾ. അവരുടെ ഹൃദയങ്ങളിൽ ഒരുപോലെ വീശുന്ന നവ്യസുഗന്ധം. സിനിമാ പാട്ടുകൾ കൂട്ടിക്കൊഴിച്ച് പുതിയ സാഹിത്യം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇണക്കുരുവികളിൽ ഒന്ന് കട്ടിലും മറ്റൊന്ന് സെറ്റിയിലുമാണ് ഉറങ്ങുന്നത്. അതിന് ഉറങ്ങുന്നതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ നിധി ഇത്? നിന്റെ മനസ്സിൽ മോശം വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഓ പിന്നെ രാത്രിയിൽ മുല്ലപ്പൂവും കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. അയ്യേ, നീ തെറ്റിദ്ധരിച്ചു. എനിക്ക് മുല്ലപ്പൂവിന്റെ മണം ഇഷ്ടമായതുകൊണ്ടാ വാങ്ങിച്ചത്. എന്നെ ആ പ്രതിജ്ഞയുടെ പേരിൽ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? ആ പിണക്കം ഒന്ന് കോംപ്രമൈസ് ചെയ്യണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എനക്കെന്നോട് ദേഷ്യമാണെങ്കിൽ മുല്ലപ്പൂ ചൂടണ്ടോ? എനിക്ക് ഗൗതമനോട് ഒരു ദേഷ്യമില്ല. ഇല്ലേ? ഇല്ല. ആ എങ്കില് ഈ പ്രണയപുഷ്പങ്ങൾ നിന്നെ ചൂടിക്കാൻ അനുവദിക്കൂ? പിന്നെന്താ, ചൂടിച്ചോളൂ. ഞാൻ നിന്റെ കഴുത്തിൽ അണിയിച്ച താലി ആ സ്കൂളിൽ വെച്ച് താഴെ വീണതുകൊണ്ടാ രണ്ടാമതും താലികെട്ട് വേണ്ടി വന്നത്. ആ അതെ, അന്ന് ഞാൻ എന്നെ അണിയിച്ച ഷോള് കുറച്ചുകൂടി സൂക്ഷിച്ചഴിക്കേണ്ടതായിരുന്നു. സാരല്ല നിധി, നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ശിവാനിയുടെ വിവാഹം കഴിഞ്ഞ് നമ്മുടെ രണ്ടാം താലികെട്ട് നടത്തൂ എന്ന നിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. ഗൗതമനെ പോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് എന്റെ അഭിമാനവും അഹങ്കാരവും. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല നിധി. പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. താലികെട്ട് ശിവാനിയുടെ വിവാഹത്തിന്റെ കൂടെ മതി. പക്ഷേ ഫസ്റ്റ് നൈറ്റ് അതിനു മുമ്പ് നടത്തിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ദുഷ്യന്തനും ശകുന്തലും ഒന്നിച്ച് താലി കെട്ടാതെ അല്ലേ അവരുടെ കുഞ്ഞു വളർന്നു കഴിഞ്ഞല്ലേ അവരുടെ കല്യാണം നടന്നത്. ഓഹോ, അപ്പൊ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് എന്നെ മയക്കാൻ ശ്രമിച്ചതാണല്ലേ? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ദുഷ്യന്തനും ശകുന്തലയ്ക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് ഗൗതമനും നിധിക്കും ആയിക്കൂടാ? എന്നിട്ട് വേണമായിരിക്കും ദുഷ്യന്തനെ പോലെ നാളെ രാവിലെ തന്നെ എന്നെ മറക്കാൻ. ഞാൻ മറന്നുപോയി നീ മോതിരം കാട്ടി എന്നെ ഓർമ്മിപ്പിക്കണം. ഞാൻ വാങ്ങി തന്ന മോതിരം നിന്റെ വീട്ടിലേക്ക് കിടപ്പില്ലേ? അല്ലെങ്കിൽ വേണ്ട, നെക്ലസ് വാങ്ങി തന്നിട്ടുണ്ടല്ലോ, അത് കാണിക്കുമ്പോ ഞാൻ നിന്നെ ഓർമ്മിച്ചോളാം. അങ്ങനെ ഓർമ്മിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. എന്നെ മറക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല.